അവളുടെ കയ്യിലിരുന്ന ഗ്ലാസ് അവൻ ആക്രോശത്തോടെ തട്ടിത്തെറിപ്പിച്ചു. തറയിൽ വീണ ഗ്ലാസ് ഉടഞ്ഞു. മീരയുടെ കൈപ്പത്തി മുറിഞ്ഞു. ചോര പൊടിഞ്ഞു. നീ എന്താടി ഇവിടെ? നിന്നോട് പലവട്ടം പറഞ്ഞതല്ലേ ഞാൻ എൻ്റെ മുറിയിലേക്ക് കാലെടുത്ത് വെക്കരുതെന്ന്. ഒന്ന് മുട്ടിയിട്ട് കൂടി വന്നൂടായിരുന്നോ നിനക്ക്? രുദ്രൻ്റെ ശബ്ദത്തിൽ പകയുടെ വെറുപ്പിൻ്റെയും കാഠിന്യമുണ്ടായിരുന്നു. അവൻ ഉച്ചത്തിൽ തന്നെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, ഈ പെണ്ണിനെ ഇവിടുന്ന് കൊണ്ടുപോകാമോ? എൻ്റെ സ്വകാര്യതയെ പോലും ഇവൾക്ക് സമാധാനം തന്നൂടെ? മുറിയിലേക്ക് ഓടിക്കയറിയ ജാനകിയമ്മ മകൻ്റെ മുടി തലോടിക്കൊണ്ട് അവനെ ശാന്തനാക്കാൻ ശ്രമിച്ചു. എന്താടാ നിനക്ക് പറ്റിയത്? അവൾ നിന്റെ ഭാര്യയാണ് രുദ്രൻ. അഗ്നിസാക്ഷിയായി താലി ചാർത്തി നീ കൂടെ കൂട്ടിയവൾ. നീ തളർന്നു കിടക്കുമ്പോഴും നിനക്കെന്താ സുഖമുണ്ടെങ്കിലും നിനക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യാൻ അവളല്ലാതെ മറ്റാരാടാ ഉള്ളത്? രുദ്രൻ ദേഷ്യത്തോടെ അമ്മയെ കൈതട്ടി മാറ്റി. അവൻ്റെ കണ്ണുകൾ ഹിരണിയുടെ ഓർമ്മകൾ വീണ്ടും തീയായി തിളങ്ങി. എനിക്ക് അവളുടെ ശുശ്രൂഷ വേണ്ട അമ്മ. എനിക്ക് ഹിരണിയുടെ ഓർമ്മകൾ മാത്രം മതി. അവൾക്ക് ഞാൻ കൊടുത്ത പണം പോരാഞ്ഞിട്ടാണോ അവൾ എന്നെയും ഇട്ട് ഇറങ്ങിപ്പോയത്? അതോ അവൾക്ക് എന്നെ ഒരിക്കലും പ്രണയിക്കാൻ കഴിയില്ലായിരുന്നു? രുദ്രൻ്റെ വാക്കുകൾ കേട്ടതും ജാനകിയമ്മയുടെ നെഞ്ചിൽ ഒരു കത്തി കുത്തി തറച്ചതുപോലെ തോന്നി. നീ എന്തൊക്കെയായി പറയുന്നത്? ഹിരണി പോയി. അവൾ നിന്നെ ഉപേക്ഷിച്ചു. നിന്റെ കൂടെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവളാണ് ഇനി മീര. അവളെ നോക്ക്. അവളേക്കാൾ സുന്ദരിയല്ല ഈ മീര. അവളെക്കുറിച്ചൊന്ന് ഓർത്തൂടെ നിനക്ക്? പാവമാണ് ആ കൊച്ചുകുട്ടി. അവളെ ഇങ്ങനെ ക്രൂരമായി നീ വേദനിപ്പിക്കരുത് രുദ്രൻ. പാപം കിട്ടും. ജാനകിയമ്മയുടെ വാക്കുകൾ മറുപടിയായി രുദ്രൻ ഒരു വല്ലാതെ ചിരിച്ചിരിച്ചു. ആ ചിരിയിൽ ഒരു വലിയ പ്രണയകാവ്യത്തിൻ്റെ തകർച്ചയും വേദനയും ഉണ്ടായിരുന്നു, അവൻ്റെ ഉള്ളിലും പുറമേയും. അമ്മേ, രുദ്രൻ ദയനീയമായി അമ്മയെ നോക്കി. ഞാൻ ഹിരണിയെ മറക്കാൻ ശ്രമിക്കുന്നില്ല. അവളാണ് എൻ്റെ ശ്വാസം, എൻ്റെ ജീവൻ. മീര ഒരു നല്ല പെൺകുട്ടിയാവും. പക്ഷേ ഹിരണി ഒഴിച്ചിട്ട് പോയ ആ സ്ഥാനത്തേക്ക് മറ്റൊരാൾക്ക് ഇരിക്കാൻ ഇനി കഴിയില്ല. സ്നേഹം വെച്ച് അളക്കാനാവുന്ന ഒരു വസ്തുവല്ല അവൾ. അവളില്ലാതെ എൻ്റെ ജീവിതം വെറും ശൂന്യതയാണ്. പിന്നെ ഞാൻ എങ്ങനെ മീരയെ സ്നേഹിക്കും അമ്മ? അവളിലൂടെ ഞാൻ കാണുന്നത് തന്നെ ഹിരണിയുടെ ഓർമ്മകളുടെ മരണമാണ്. മുറിയിലെ അന്തരീക്ഷം ഭാരമേറിയതായിരുന്നു. മീര നിശബ്ദയായി. ഒലിച്ചിറങ്ങുന്ന ചോരയും കണ്ണുനീരും ഉള്ളിലൊതുക്കി അവിടെ തന്നെ നിന്നു. രുദ്രൻ്റെ ഓരോ വാക്കും അവളെ വേദനിപ്പിച്ചെങ്കിലും അവൻ്റെ ഹൃദയത്തിലെ ഹിരണിയോടുള്ള ആ തീവ്ര പ്രണയം അവളെ വീണ്ടും മുറിപ്പെടുത്തി, ഭയപ്പെടുത്തി. ജാനകിയമ്മ ഒന്നും പറയാനാവാതെ തൻ്റെ മകനെ ഉറ്റുനോക്കി നിന്നു. മകൻ്റെ ഭ്രാന്തമായ പ്രണയം ഒരു തിരിച്ചറിവില്ലാത്ത പാതയിലാണെന്ന് ആ അമ്മ തിരിച്ചറിഞ്ഞു. പ്രണയം എന്നാൽ കേവലം ഒരു കൂടിച്ചേരലല്ല, മറിച്ച് മരണം വരെ കൂടെ കൊണ്ടുപോകുന്ന ഒരു തീവ്രമായതാണെന്ന് രുദ്രൻ ആ നിമിഷം തെളിയിക്കുകയായിരുന്നു. മീനാക്ഷി അമ്മ കയ്യിലെ കപ്പുമായി രാഘവൻ നായരുടെ അരികിലെത്തി. വിറക്കുന്ന കൈകളോടെ ആ മരുന്നിൻ്റെ കപ്പ് അയാളുടെ ചുണ്ടോട് ചേർത്ത് പിടിച്ചു. മരുന്ന് തൊണ്ടയിലൂടെ ഇറങ്ങിയപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈ കിടപ്പ് രോഗിയായ അച്ഛൻ്റെ മനസ്സ് മുഴുവൻ ആ സമയത്ത് തൻ്റെ പ്രിയപ്പെട്ട മകൾ മീരയിലാണ്. രുദ്രൻ്റെ ആക്രോശങ്ങളും ക്രൂരതകളും അനുഭവിച്ച് ഏതോ ഇരുളഴിഞ്ഞ ഒരു കോണിൽ ഒതുങ്ങിക്കിടക്കുന്ന തൻ്റെ മകളെ ഓർക്കുമ്പോൾ അയാളുടെ ഹൃദയം വീണ്ടും പിടയുകയായിരുന്നു. പാവം എൻ്റെ കുഞ്ഞ്. അവനവളെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടാകും. എന്നിട്ടും ആ കുടുംബത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി അവൾ അവിടെ തന്നെ കഴിയുകയാണല്ലോ. തൊണ്ട ഇടറിക്കൊണ്ട് രാഘവൻ നായർ പിറുപിറുത്തു. മീനാക്ഷിയമ്മയുടെ ഉള്ളിലും തീയായിരുന്നു. ജാനകിയമ്മ ഒരു പാവമാണ്, അവരെ വിളിച്ചാലോ എന്ന ചിന്ത അവരുടെ മനസ്സിലൂടെ കടന്നു പോയെങ്കിലും രാഘവൻ നായർ തറപ്പിച്ചൊരു നോട്ടം കൊണ്ട് അത് തടഞ്ഞു. പിന്നെ അയാൾ ദയനീയമായി തൻ്റെ മരുന്ന് കപ്പിലേക്ക് നോക്കി മൗനം പാലിച്ചു. മീനാക്ഷിയമ്മയുടെ വാക്കുകൾ അല്പം നിസ്സഹായത നിറഞ്ഞു നിന്നു. പിന്നെ ഞാൻ എന്തു ചെയ്യാനാണ് രാഘവേട്ട? കയ്യിൽ ഒരു നയാ പൈസ പോലുമില്ല. വിശപ്പടക്കാൻ പോലും വഴിയില്ലാത്ത അവസ്ഥയാണ് നമ്മുടേത്. രാഘവൻ നായർ ദേഷ്യത്തോടെ ആ വാക്കുകളെ മുറിച്ചു. അയാളുടെ ശബ്ദത്തിൽ അമർഷം അണപ്പൊട്ടിയൊഴുകി. അതിനൊക്കെയാണോ നീ അവളെ കൊണ്ട് അവനോട് സഹായം ചോദിപ്പിച്ചത്? എനിക്ക് വേണ്ട, ആരുടെയും ഔദാര്യം വേണ്ട. മീനാക്ഷിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ സാരി തുമ്പ് കൊണ്ട് മുഖം തുടച്ചു പറഞ്ഞു, അന്നൊക്കെ നിങ്ങൾ തന്നെയല്ലേ രുദ്രൻ്റെ കയ്യിൽ നിന്ന് ആ കടം വാങ്ങിയത് തന്നെ?
അത് വീട്ടാനല്ലേ നമ്മുടെ മൂത്ത മകൾ അവൻ്റെ ഓഫീസിൽ പോയി അവൻ്റെ സ്നേഹം നടിച്ച് അവനെ വലയിൽ വീഴ്ത്തിയത് തന്നെ. അവൾക്ക് പണമായിരുന്നു ലക്ഷ്യം. എന്നാൽ നമ്മുടെ മീര, അവൾ നമ്മളെ മാത്രം സ്നേഹിച്ചവളാണ്. ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം ആ മൂത്തവൾ ചെയ്തു കൂട്ടിയതിൻ്റെ പ്രത്യാഘാതമാണ്. അവർ ഒന്ന് ശ്വാസം വിട്ടു എന്ന് ഞാൻ അവളെ കണ്ടു. അവളുടെ കയ്യിലെ മുറിവ് കണ്ടപ്പോൾ എൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞുപോയി. അവൾക്ക് പഠിക്കാൻ പോലും അവൻ അനുവാദം കൊടുക്കുന്നില്ല ആ വീട്ടിൽ നിന്ന്. കാർത്തികയുടെ മകൾ പോകുന്ന കോളേജിലല്ലായിരുന്നു മീരയുടെ പോക്കും. അവിടെ ചെന്ന് അവളെ അവൻ ബലമായി പിടിച്ചു കൊണ്ടുപോയി എന്ന് പോലും. ഇനി നിങ്ങൾ തന്നെ പറ, ഞാൻ എന്തു ചെയ്യണമെന്ന്. ശങ്കരൻ കവലയിലെ തുണിക്കടയിൽ എനിക്കൊരു ജോലി ശരിയാക്കി തന്നിട്ടുണ്ട്. നാളെ രാവിലെ തന്നെ 10-ന് കയറണം. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ തുക കൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കഴിഞ്ഞുകൂടാം, മറ്റാരെയും ആശ്രയിക്കാതെ. രാഘവൻ നായർ അത് കേട്ടിട്ടൊന്നും മറുപടി പറഞ്ഞില്ല. തൻ്റെ എതിരെ നിൽക്കുന്ന ജനാലയുടെ ആകാശത്തേക്ക് നോക്കിക്കിടന്നു അദ്ദേഹം. ദാരിദ്ര്യത്തിൻ്റെയും മകളുടെ കണ്ണീരിൻ്റെയും ഭാരം ആ മുറിയിൽ നിശബ്ദതയായി പടർന്നു പിടിച്ചു. നൂറ്റാണ്ടുകളുടെ പഴക്കം പ്രൗഢിയുമുള്ള കേരളീയ വാസ്തുശില്പകലയുടെ മകുടതോരണമായിരുന്നു ചെമ്പകശ്ശേരി മന. ഒരു കാലത്ത് ഐശ്വര്യത്തിൻ്റെ പെരുമ വിളിച്ചോതിയിരുന്ന ആ തറവാട്ട് മുറ്റത്ത് ഇന്ന് നിശബ്ദതയുടെ കരിനീൽ വീണു കിടക്കുന്നു. കൊത്തുപണികൾ ചെയ്ത തൂണുകളും വിശാലമായ നടുമുറ്റവും ഒരു കാലഘട്ടത്തിൻ്റെ പ്രാപ്തത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നു. ഇന്ന് അതൊരു ജീർണിച്ച സ്മാരകം പോലെ അവശേഷിച്ചു നിന്നു. രാഘവൻ നായർ തൻ്റെ കിടക്കിൽ നിന്ന് ആ പഴയ തറവാടിൻ്റെ ഇരുളടഞ്ഞ ചുവരുകളിലേക്ക് വെറുതെ നോക്കി. അമിതമായ ബിസിനസ് മോഹങ്ങൾക്കായി താൻ ചെമ്പകശ്ശേരി മനയുടെ ഖജനാവ് അപ്പാടെ തന്നെ ഒഴുക്കിക്കളഞ്ഞു. ഓരോ പുതിയ സംരംഭങ്ങളും പരാജയത്തിൻ്റെ കയ്പുനീർ കുടിച്ചപ്പോഴും അഹങ്കാരം കൊണ്ട് കണ്ണു മഞ്ഞളിച്ച താൻ അതൊന്നും അറിഞ്ഞില്ല. വ്യാജേന മുന്നോട്ട് പോയി. ഒടുവിൽ കടക്കണിൽ വീർപ്പുമുട്ടി ഗതികേട് കൊണ്ട് മകൾ ഹിരണ്യരുദ്രൻ്റെ പക്കൽ ജോലിക്ക് വിടേണ്ടി വന്നു. അതിനുശേഷം ആളുകൾക്ക് പുച്ഛവും വെറുപ്പും കളിയാക്കലുമായിരുന്നു തന്നെയും തൻ്റെ കുടുംബത്തെയും കണ്ടാൽ. പിന്നീട് അതായിരുന്നു വിധിയോഗവും. രുദ്രൻ്റെ ഓഫീസിലെ മേശപ്പുറത്തിൽ തീർത്ത കടലാസുകൾക്കിടയിൽ അവരുടെ പ്രണയം വീണ്ടും മുട്ടിട്ടു. ഹിരണിക്ക് രുദ്രനോട് പ്രണയം തോന്നിയതിൽ തനിക്ക് അത്ഭുതമൊന്നുമില്ല. പക്ഷെ ആ പ്രണയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോഴാണ് അവൾക്കുമപ്പുറം മറ്റാരോ അവളുടെ ഹൃദയത്തിൽ കുടിയിരിപ്പുണ്ടെന്ന് ഞെട്ടിക്കുന്ന സത്യം താനും അറിഞ്ഞത്. ഹിരണിയെ ആരെങ്കിലും ചതിച്ചതാണോ, അതോ അവൾ സ്വന്തം ഒളിച്ചോടിയതോ? ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ രാഘവന് ഇപ്പോഴും ഉത്തരം കിട്ടുന്നില്ല. മനസ്സപ്പോഴും നീറിപ്പുകഞ്ഞു. ഒരിക്കൽ ആ പ്രതാപം എനിക്കുണ്ടായിരുന്നെങ്കിൽ. രാഘവൻ നായർ കണ്ണുകളടച്ച് ദീർഘശ്വാസം വിട്ടു. എൻ്റെ മക്കൾ ഇന്നെനിക്ക് മുന്നിൽ തന്നെ എൻ്റെ നിഴലായി ഉണ്ടായേനെ. എല്ലാം നശിപ്പിച്ചതും ഞാനാണ്. എൻ്റെ അത്യാഗ്രഹത്തിൻ്റെ കരിനിഴൽ പതിച്ചത് എൻ്റെ മക്കളുടെ ജീവിതത്തിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ മിഴികൾ വീണ്ടും നിറഞ്ഞുപോയി. മകളുടെ കണ്ണീര് കൊണ്ട് താൻ പടുത്തുയർത്തിയ ഈ ദൗർഭാഗ്യകരാവസ്ഥയിൽ സ്വയം ശപിച്ചുകൊണ്ട് ആ വലിയ മനയുടെ ഭിത്തികൾക്കിടയിൽ അയാൾ വീണ്ടും മൗനിയായി. അമ്മേ, ആ ഫോണൊന്ന് തരാമോ? അച്ഛനോടൊന്ന് സംസാരിക്കണം. മീരയുടെ വാക്കുകൾ ഒരു മകൾക്ക് അച്ഛനോടുള്ള അമിതമായ ഉത്കണ്ഠ നീലിച്ചിരുന്നു. വല്ലാത്ത സ്നേഹവുമാണ് അച്ഛനോട് അവൾക്ക്. ജാനകിയമ്മ മറുത്തൊന്നും പറയാതെ തൻ്റെ ഫോൺ അവൾക്ക് നേരെ നീട്ടി. മോൾ, ഇനി ഒരിക്കലും ആ മുറിയിലേക്ക് പോകരുത്. രുദ്രൻ്റെ ഭ്രാന്തമായ ദേഷ്യമൊന്ന് ശമിക്കട്ടെ. മോള് പുറത്തുനിന്ന് സംസാരിച്ചാൽ മതി. മുറിവിൽ മരുന്ന് വെച്ച് കെട്ടുമ്പോൾ ജാനകിയമ്മ ശബ്ദത്തിൽ ഒരമ്മയുടെ കരുതലും ആദയും ഉണ്ടായിരുന്നു. മീര അതെല്ലാം കേട്ടൊന്ന് പുഞ്ചിരിച്ചു തലയാട്ടി. അവൾക്ക് മറ്റൊന്നും ചിന്തിക്കാനായില്ലായിരുന്നു. അച്ഛൻ്റെ ശബ്ദം കേട്ടതും മീരയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുളുമ്പി. അപ്പുറത്ത് ആ കിടപ്പ് രോഗിയായ അച്ഛൻ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. മരുന്നൊക്കെ കൃത്യമായി കഴിക്കുന്നുണ്ടോ അച്ഛ? മീര ചോദിച്ചു. രാഘവൻ നായർ തേങ്ങലോടെ മൂളി. മോളെ, ആ രുദ്രൻ നിന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ടോടാ? മീര തൻ്റെ മുറിവേറ്റ കൈപ്പത്തിയിലേക്കൊന്ന് നോക്കി.